ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. വർഷയുടെയും ശ്രുതിയുടെയും താലിമാറ്റൽ ചടങ്ങ് നടക്കാൻ പോകുകയാണല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം അതിഗംഭീരമായി തന്നെ കല്യാണം പോലെ തന്നെയാണ് അവർ ഈ പരിപാടി അറേഞ്ച് ചെയ്യുന്നത്. ശ്രുതിയുടെ അച്ഛൻ വരാത്തതിനെ പറ്റി ചന്ദ്ര നല്ലോണം ശ്രുതിയെ ചീത്ത പറയുന്നുണ്ട്. അതുപോലെ തന്നെ വർഷയുടെ അച്ഛനും അമ്മക്കും വർഷയെയും ശ്രീകാന്തിനെയും എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിലോട്ട് കൊണ്ടേ താമസിപ്പിക്കണം. കാരണം ഒരു മോളല്ലേ, അവരുടെ മോളെ എപ്പോഴും അവരുടെ കൂടെ നിർത്താനാണ് അവർക്ക് ആഗ്രഹം. അപ്പോൾ ഈ പരിപാടിയിലാണെങ്കിൽ സച്ചിയോട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രയും രവിയും കൂടി സച്ചിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വർഷയുടെ അച്ഛനും അമ്മയും ആണെങ്കിൽ സച്ചിയെ ദേഷ്യം പിടിപ്പിക്കാൻ കുറേ പാടുപെടുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് വർഷയെ എങ്ങനെയെങ്കിലും തങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വർഷയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്ലാന്. അതിനുവേണ്ടി കുറേയൊക്കെ ഇവർ പ്ലാൻ ചെയ്യും. അതൊന്നും നടക്കില്ല. കാരണം സച്ചി വാക്ക് കൊടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും രേവതിക്കും വാക്ക് കൊടുത്തിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, ആരെന്ത് പറഞ്ഞാലും മിണ്ടാതെ നിൽക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് പൂമാല ഉണ്ടാവുമല്ലോ കഴുത്തിൽ, ആ പൂമാലയൊക്കെ റൂമിൽ ഊരി വെച്ചിട്ട് വർഷയും ശ്രീകാന്തും കൂടി കറങ്ങാൻ പോകുവാണ്. അപ്പോൾ ഭാമ രേവതിയോട് പറയും, രേവതി പോയി വർഷയെ വിളിച്ചോണ്ട് വാ, അമ്പലത്തിൽ പോകാനുണ്ട്, ചടങ്ങെല്ലാം കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും രേവതി മുറിയിൽ പോയി വർഷയെ അന്വേഷിക്കും. അപ്പോൾ വർഷ അവിടെ കാണുന്നുണ്ടാവില്ല. അപ്പോഴാണ് വർഷ അവിടെ അഴിച്ചു വെച്ച ആ പൂമാലയുടെ കൂട്ടത്തിൽ വർഷയുടെ ഒരു സ്വർണ്ണമാലയും കുടുങ്ങിക്കിടക്കുന്നത് കാണുന്നത്. രേവതി അപ്പോൾ ഓർക്കും, ഈ സ്വർണ്ണമാലയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടും പോയി ആരെങ്കിലും വന്ന് എടുത്തോണ്ടും പോകുമല്ലോ എന്ന് പറഞ്ഞ് രേവതി ആ പൂമാലയിൽ നിന്നും സ്വർണ്ണമാല മാറ്റിയെടുക്കുവാണ്. മാറ്റിയെടുത്ത് കയ്യിൽ പിടിക്കുന്ന ടൈമിലാണ് വർഷയുടെ അച്ഛൻ ആ മുറിയിലോട്ട് കയറി വരുന്നത്. വർഷയുടെ അച്ഛൻ വരുന്നതും രേവതിയെ കുറേ ചീത്ത പറയും. നീ ഞങ്ങളുടെ കൊച്ചിൻ്റെ സ്വർണം മോഷ്ടിക്കാൻ നോക്കുവാണ് ലേഡി എന്ന് പറഞ്ഞിട്ട്, നീ കള്ളിയാണെന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറേ ചീത്ത പറയും. അപ്പോഴേക്കും വർഷയുടെ അമ്മയും ചന്ദ്രമതിയും എല്ലാവരും കൂടി മുറിയിലോട്ട് വരും. അപ്പോൾ അവരൊക്കെ കാണുന്നത് രേവതിയുടെ കയ്യിൽ ഈ സ്വർണ്ണമാലയാണ്. അപ്പോൾ എല്ലാവർക്കും സംശയം, ഇനി രേവതി കട്ടെടുത്തതാണോ എന്ന് ഓർത്തിട്ടാണ് ചന്ദ്ര അങ്ങനെ നിൽക്കുന്നത്. വർഷയുടെ അച്ഛനാണെങ്കിൽ വായ കൊള്ളാത്ത ചീത്ത മൊത്തം രേവതിയെ പറയും. നാണമില്ലലോടി ഇങ്ങനെ സ്വർണ്ണമൊക്കെ എടുത്ത് ഞങ്ങളുടെ മോളുടെ സ്വർണം കക്കാൻ വേണ്ടി, ആരുമില്ലാത്ത നേരം മുറിയിൽ കയറി എൻ്റെ മോളുടെ സ്വർണം കക്കാൻ നോക്കുവല്ലടി, നിന്റെ വീട്ടുകാരും ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വർഷയുടെ അച്ഛൻ രേവതിയെ നല്ലോണം ചീത്ത പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി കരഞ്ഞ് ഓടിക്കൊണ്ട് സച്ചിയുടെ അടുത്തോട്ട് പോകും. സച്ചിയാണെങ്കിൽ വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മിണ്ടൂല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സച്ചി എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയും, ഇവൾ കള്ളിയാണ്, ഇവളുടെ വീട്ടുകാരും കള്ളിയാണ്, അപ്പം പിന്നെ പാരമ്പര്യം അവൾ കാത്തു സൂക്ഷിക്കണമല്ലോ. ഇവളുടെ അനിയൻ തന്നെ ബൈക്ക് മോഷ്ടിച്ചിട്ടല്ലേ, ആ കാരണം കൊണ്ടല്ലേ പിന്നെ നിങ്ങളുടെ കല്യാണമൊക്കെ, അങ്ങനെയല്ലേ നിങ്ങളുടെ ചടങ്ങൊക്കെ നടന്നത്. ഇവളുടെ അനിയനും കള്ളനാണ്, ഇവളും കള്ളിയാണ്, എല്ലാവരും കള്ളിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് നമ്മുടെ രേവതിയെ ചീത്ത പറയുവാണ് വർഷയുടെ അച്ഛൻ. ഇതൊക്കെ കണ്ട് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ സച്ചി കാരണം ചോദിക്കും, നിങ്ങൾ എന്താ നടന്നതെന്ന് പറയുമെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് കാര്യം. മാലയിൽ വർഷയെ അന്വേഷിച്ച് മുറിയിൽ പോയപ്പോഴേക്കും വർഷയുടെ പൂമാലയിൽ സ്വർണ്ണമാല കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നോർത്ത് ഞാനത് കയ്യിലെടുത്ത് വർഷയെ ഏൽപ്പിക്കാൻ വേണ്ടി പിടിച്ചതാണ്. അപ്പോഴാണ് ഇവർ മുറിയിലോട്ട് കടന്നു വന്നത്. ഇവരെന്നെ കള്ളിയാക്കി എന്ന് പറയുമ്പോഴേക്കും, നിനക്കപ്പോൾ ഞാൻ മുറിയിലോട്ട് കടന്നു വന്നതാണല്ലേ പ്രശ്നമായതെന്ന് പറയുമ്പോൾ സച്ചി പറയും, എൻ്റെ ഭാര്യ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൾ നല്ല ജോലി എടുത്ത് ജീവിക്കുന്നവളാണ്, അന്തസ്സായിട്ട് ജീവിക്കുന്നവളാണ്. നിങ്ങളുടെ മോളുടെ സ്വർണ്ണം എടുക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് വീട്ടിലുള്ളപ്പോൾ തന്നെ എടുക്കാമല്ലോ, ഇത് അവൾ നിങ്ങൾ കണ്ടതിൻ്റെ പ്രശ്നമാണ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നി, പക്ഷെ ശരിക്കും നടന്നത് രേവതി പറഞ്ഞല്ലോ, വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞ് സച്ചി വളരെ ശാന്തമായിട്ട് തന്നെ പറയുവാണ്. പക്ഷെ വർഷയുടെ അച്ഛനും അമ്മക്കും എങ്ങനെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വർഷയെ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. അപ്പോൾ അവർ വായിൽ തോന്നിയ ചീത്ത മൊത്തം രേവതിയെ വിളിക്കുന്നുണ്ട്. നിനക്ക് ഇതിലും ഭേദം വല്ല പിച്ച തണ്ടാൻ പൊക്കോടിയടി, ഇങ്ങനെ മോഷ്ടിക്കുന്നതിലും ഭേദം എന്നൊക്കെയാണ് രേവതിയോട് ചോദിക്കുന്നത്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നിൻ്റെ അമ്മയോട് ചോദിക്കടാന്ന് വർഷയുടെ അച്ഛൻ പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ഞങ്ങൾ മുറിയിലോട്ട് പോയപ്പോഴേക്കും ഇവരുടെ കയ്യിൽ ആ മാലയുണ്ടായിരുന്നു, ഞങ്ങൾ അത്രയും കണ്ടുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതിയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം അവർ പണക്കാരാണല്ലോ, ചന്ദ്രയ്ക്ക് എപ്പോഴും പണത്തോടാണല്ലോ കാര്യം. അപ്പോൾ സച്ചി ചീത്ത പറയും, അമ്മേ രേവതി അങ്ങനെ ചെയ്യൂ നമുക്ക് തോന്നുന്നുണ്ടോ, അമ്മ എന്തിനാ അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ സച്ചി എന്തൊക്കെ പറഞ്ഞിട്ടും
വർഷയുടെ അച്ഛൻ എന്തൊക്കെ പറഞ്ഞിട്ടും സച്ചി അധികം ചൂടാവാതെ ശാന്തമായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ സച്ചിയുടെ മെക്കിട്ടായി പിന്നെ വർഷയുടെ അച്ഛൻ കുറേ ചീത്ത പറയുന്നത്. വർഷയുടെ അച്ഛൻ പറയും, ഓ നീ മോഷ്ടിച്ചു കൊണ്ടുവന്ന സ്വർണം എടുത്ത് സച്ചിക്ക് കൊടുക്കും, അവൻ ആ കാശിനാണല്ലേ കുടിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും അപ്പോൾ മനഃപൂർവ്വം അറിഞ്ഞിട്ടാണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, സച്ചിക്കും അറിയായിരിക്കും ഭാര്യ കൊണ്ടുവന്ന സ്വർണം വിറ്റിട്ടായിരിക്കും അവൻ ഇങ്ങനെ കള്ള് കുടിച്ച് നടക്കുന്നത്, നാണമില്ലേടാ നിങ്ങൾക്കൊക്കെ എന്ന് ചോദിച്ചിട്ട് പിന്നെയും സച്ചിയെയും രേവതിയെയും ചീത്ത പറയണാണ്. നിനക്ക് പറ്റിയതായാലും കള്ളി ഭാര്യേനെ തന്നെയാണ് നിനക്ക് കിട്ടിയതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. രേവതി മാക്സിമം സച്ചി സഹിക്കാൻ നോക്കും. ലാസ്റ്റ് സഹി കെട്ടുമ്പോഴേക്കും സച്ചി വർഷയുടെ അച്ഛൻ്റെ മുഖത്തിട്ട് 2-3 അടി കൊടുക്കും. പിന്നെ അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. എല്ലാവരും സച്ചിയെ മാറ്റാൻ നോക്കുമ്പോഴേക്കും ഒന്നും നടക്കുന്നില്ല. കാരണം സച്ചിക്ക് അത്രയും ദേഷ്യം വന്ന് മാക്സിമം സഹിച്ചു. വർഷയുടെ അച്ഛൻ എന്നിട്ടും വിടുന്നില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വർഷയുടെ അച്ഛൻ നോക്കി നിൽക്കുമായിരുന്നു, അച്ഛനും അമ്മയും കൂടി. അപ്പോൾ ഈ കാരണം കിട്ടിയപ്പോഴേക്കും അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ സച്ചി 2-3 അടി ഇവിടെ പ്രശ്നം നടക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതിയും പുറത്തു പോയിരിക്കുമായിരുന്നല്ലോ, വർഷയും ശ്രീകാന്തും കൂടി അവർ കടന്നു വരുന്നത്. അവർ വരുമ്പോഴേക്കും സച്ചി അച്ഛനെ തല്ലുന്നതാണ് കാണുന്നത്. വർഷക്ക് നല്ല ദേഷ്യം വരും. വർഷ അങ്ങനെ ആ പ്രശ്നം എല്ലാവരും കൂടി പിടിച്ചു മാറ്റും സച്ചിയെ. അപ്പോൾ ചന്ദ്ര സച്ചിയെ ചീത്ത പറയുവാണ്, ഇവനെ ഒന്ന് അപ്പോഴേ പരിപാടിക്ക് കൊണ്ടുവരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയും. അപ്പോൾ സച്ചിയും പറയും, ഞാനും വരൂലായിരുന്നു, ശ്രീകാന്ത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അപ്പോഴും ചന്ദ്ര സച്ചിയാണ് ചീത്ത പറയുന്നത്, ഇവനൊക്കെ വല്ല വീട്ടിലിരുന്നാൽ മതിയായിരുന്നു, ഇവൻ എന്ത് പരിപാടിക്ക് വന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയുമ്പോഴേക്കും സച്ചിക്കും രേവതിക്കൊക്കെ നല്ല സങ്കടം വരുന്നുണ്ട്. കാരണം സച്ചി അത്രയും മാക്സിമം കേട്ടിട്ടാണ് ലാസ്റ്റ് പൊട്ടിത്തെറിച്ചത്. പക്ഷേ വർഷയുടെ അച്ഛനെ തല്ലണ കണ്ടപ്പോഴേക്കും നല്ല സങ്കടമായി. വർഷ നല്ലോണം ചൂടാവും സച്ചിയോടൊക്കെ, കുറേ ഇംഗ്ലീഷിൽ ചീത്തയൊക്കെ വിളിക്കും സച്ചിയെ. എന്നിട്ട് ലാസ്റ്റ് ചന്ദ്ര പറയും, അച്ഛൻ പറയും, രവി പറയും, വാ നമുക്ക് വീട്ടിലോട്ട് പോവാം, ശ്രീകാന്തെ നീ വീട്ടിലോട്ട് വർഷയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നീ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ വർഷ പറയും, ഞാൻ ഇനി നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നില്ല എന്ന്. വർഷ പോകുവാണ്. ശ്രീകാന്തിനും എന്ത് ചെയ്യണം എന്നറിയാതെ ശ്രീകാന്തും അങ്ങനെ നിൽക്കുവാണ്. സച്ചിൻ രേവതിയൊക്കെ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും പരിപാടിയിൽ നിന്നും. ഏതായാലും വർഷയുടെ അച്ഛനും അമ്മക്കും സന്തോഷമായി, അവരുടെ പ്ലാൻ വിജയിച്ചു. വർഷ ഇനി വീട്ടിലോട്ട് ചന്ദ്രയുടെ വീട്ടിലോട്ട് പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ച് മുറിയിലോട്ട് കയറി വാതിലടച്ചിരിക്കുവാണ്. ഏതായാലും അവരുടെ പ്ലാൻ വിജയിച്ചു എന്ന് പറയാം. അപ്പോൾ ഈ എപ്പിസോഡ് നമുക്ക് വരും ആഴ്ചകളിൽ കാത്തിരുന്ന് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി. ഇനിയും ഭാഗങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യും.